Good morning to all. Good morning, ma'am. Good morning, ma'am. Yeah, morning. Okay, start ചെയ്യാം നമുക്ക്. Okay, ma'am. Good morning. The prayer. പ്രയറും കോട്ടൊക്കെ കഴിഞ്ഞു മാം. ഞങ്ങൾ ചെയ്തു. റെക്കോർഡ് ചെയ്തില്ലല്ലോ ഞാൻ. കഷ്ടം. ഓക്കെ, ഞാൻ നോട്ട്സ് എടുക്കായിരുന്നു കേട്ടോ, അതുകൊണ്ടാണ് കുറച്ച് ലേറ്റ് ആയത്. ജസ്റ്റ് ഒന്ന് പ്രയർ ചൊല്ലിക്കോളൂ. ഇനി ഒരു പ്രയർ ആണോ? ഇങ്ങോട്ട് ചെല്ലണം മാം. യാ, ചൊല്ലിക്കോളൂ കേട്ടോ, കാരണം റെക്കോർഡ് ചെയ്തിട്ടുണ്ടായില്ല. റെക്കോർഡ് അഖിലാണ്ട മണ്ഡല മണിച്ചൊരുക്കി അതിനുള്ളിൽ ആനന്ദ ദീപം കൊളുത്തി പരമാണ് പൊരുളിലും സ്ഫുരണമായി മിന്നും പരമപ്രകാശമേ ശരണം നീ എന്നും സുരഗോള ലക്ഷങ്ങൾ അണിയിട്ടു നിർത്തി അവികല സൗഹൃദ ബന്ധം പുലർത്തി അതിനൊക്കെ ആധാര സൂത്രമിണക്കി കുടികൊള്ളും സത്യമേ ശരണം നീ എന്നും ദുരിതങ്ങൾ കൂത്താടും ഉലകത്തിൽ നിന്റെ പരിപൂർണ തേജസ് വിളയാടി കാൺമാൻ ഒരു ജാതി ഒരു മതം ഒരു ദൈവമേവം പരിശുദ്ധ വേദാന്തം സഫലമായി തീരാൻ. താങ്ക് യു മാം. ഓക്കെ, ഓക്കെ. നിങ്ങൾ കോണ്ടെക്സ്റ്റ് നോക്കിയിരുന്നോ? ഞാൻ നോക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നോക്കിയോ? ഞാൻ കുറച്ച് ആശുപത്രി എന്നുള്ള തിരക്കിലായിരുന്നു, അതുകൊണ്ട് എനിക്ക് നോക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. പറ്റിയില്ല. ലാസ്റ്റ് ക്ലാസ് ആണ് കേട്ടോ എന്റെ. ക്ലാസ്സില്ല. ഓക്കെ, പെട്ടെന്ന് നമുക്ക് തീർക്കാം. ലാസ്റ്റ് ക്ലാസ് ആണ് കേട്ടോ, കഴിഞ്ഞു. ഒരു ഇംഗ്ലീഷ് ക്ലാസ് ഉണ്ടാവില്ല. എക്സാമിന് മുമ്പ് ഉണ്ടാവില്ലേ? എക്സാമിന് മുമ്പ് ഒരു ക്ലാസ് തരില്ലേ? എക്സാമിന് മുമ്പ് തരാന്ന് പറഞ്ഞു മാം. പറഞ്ഞു, നോക്കാം കേട്ടോ, മാക്സിമം ഞാൻ നോക്കാം. ഓക്കെ, ക്ലാസ് ഇപ്പൊ എല്ലാവരും ക്ലാസ് കംപ്ലീറ്റ് ആകും എക്സാമിന് മുൻപ്. നോക്കാം, ഞാൻ മാക്സിമം നോക്കാവേ. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. കോണ്ടെക്സ്റ്റ് എവിടെ വരെ എഴുതി നിങ്ങള്? ക്ലാസിഫിക്കേഷൻ ഒക്കെ എഴുതിയില്ലേ? ക്ലാസിഫിക്കേഷൻ കഴിഞ്ഞല്ലോ അല്ലെ? ഗ്രീൻ സ്കീം വരെ എഴുതി. ഗ്രീൻ സ്കീം വരെ എഴുതി. സ്കീമോ? ലാംഗ്വേജ് ഏരിയയില് സോറി, ക്ലാസിഫിക്കേഷൻ ഓഫ് സ്പീച്ച് സൗണ്ട് വരെ എഴുതി. അത് നോട്ട്സ് മാറിപ്പോയത്. ഓക്കെ, കോണ്ടെക്സ്റ്റ് നോട്ട് അപ്ലോഡ് ചെയ്യാൻ പറഞ്ഞല്ലേ? ഓക്കെ, ചെയ്യാട്ടോ. സെക്കൻഡ് ഒരു നോട്ട് കൂടെ മിസ്സിംഗ് ആണ്. എഴുതി കേട്ടോ. ഓക്കെ, അപ്പൊ കോണ്ടെക്സ്റ്റിന്റെ ബേസ് നമ്മൾ പറഞ്ഞു. എന്താണ് കോണ്ടെക്സ്റ്റ് എന്താണെന്ന് പറഞ്ഞു, ക്ലാസിഫിക്കേഷൻ പറഞ്ഞു അല്ലെ? വൊവൽസ് എത്രയാണ്, കോൺസണൻസ്, ഡിഫ്തോങ്സ്, പ്യൂർ വൊവൽസ്, ഇതെല്ലാം ഞാൻ ഓൾറെഡി പറഞ്ഞ കാര്യമാണ്. ഡൗട്ട് ഒന്നുമില്ലല്ലോ? ക്ലിയർ ആണോ? ക്ലിയർ ആണ്.
ഇനി നമുക്ക് വോവൽസ് 20 വോവൽസ് പറഞ്ഞു, 24 കോൺസണൻസ് ഉണ്ട്. എന്തൊക്കെയാണ് ഏതൊക്കെയാണെന്ന് നോട്ട് എഴുതാം. ഓക്കെ, ഓക്കെ. സ്ക്രീൻ കാണുന്നില്ലേ? ഓക്കെ ആണല്ലോ, പേടി എടുക്കും കേട്ടോ. പ്യുവർ വോവൽസ് ആണ്. എന്റെ നോട്ടാണ് കേട്ടോ, ഞാൻ പറഞ്ഞു. നിങ്ങൾക്ക് അത് മനസ്സിലാവുമെന്ന് അറിയില്ല, നമുക്ക് ഓൺലൈൻ ആയതുകൊണ്ട് ഇത് എഴുതി കാണിക്കാനൊന്നും പറ്റില്ല. ഓക്കെ, അത് മാക്സിമം അതേപോലെയൊക്കെ തന്നെ എഴുതി വെക്കുക. ക്ലിയർ ആവുന്നുണ്ടോ? ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? നോട്ടിൽ എഴുതി വെക്കും. കറക്റ്റ് അതിന് ശേഷം നമുക്ക് പ്രൊണൗൺസിയേഷൻ പറയാം. ഇതും നമ്മുടെ മലയാളം, അതായത് ഇപ്പോ സ്വരാക്ഷരങ്ങൾ, വ്യഞ്ജനാക്ഷരങ്ങൾ എന്നൊക്കെ ഇല്ലേ, അതുമായിട്ട് കണക്റ്റഡ് ആണോന്ന് ചോദിച്ചാൽ കുറച്ച് ചെറിയൊരു കണക്ഷൻ ഉണ്ടെന്ന് മാത്രം. അതായത് കറക്റ്റ് മലയാളം ആണെന്ന് പറയാൻ പറ്റില്ല. കാരണം ഇവിടെ മലയാളം എഴുതി വെച്ചെന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. സൗണ്ട് പക്ഷെ വ്യത്യാസമുണ്ടേ. നോട്ട് ചെയ്തെടുക്കൂ. ഞാൻ അപ്ലോഡ് ചെയ്താൽ മതിയോ? എഴുതിയെടുക്കണമെന്നില്ല. അങ്ങനെയാണെങ്കിൽ കുറച്ച് സമയം കളയണ്ടല്ലോ. ഞാൻ അപ്ലോഡ് ചെയ്യാം. സൗണ്ട് ശ്രദ്ധിച്ചിരിക്കും. ഓക്കെ, ഈ സമയം പോകും, വേറൊന്നും പറയാൻ പറ്റില്ല. ഓക്കെ, ഫസ്റ്റ് ആ സൗണ്ട് ആണ് കേട്ടോ. ആ സൗണ്ട് ആണ്. നമ്മൾ ആ പറയുന്ന പോലെയല്ല, ആയല്ല, നമ്മൾ നോർമലി ആയല്ല, ആ. ഓക്കെ, എന്റെ കൂടി പറയാട്ടോ. അൺമ്യൂട്ട് ചെയ്തില്ലെങ്കിൽ പോലും കൂടി പറയാം. ക്ലിയർ? ആ സൗണ്ട് ആണ്. സൺ കണ്ടോ? സൺ. ആ സൗണ്ട് വരില്ലേ? സമ്മർ. ഓക്കെ, സമ്മർ. ക്ലിയർ? ക്ലിയർ ആണെങ്കിൽ റെസ്പോണ്ട് ചെയ്യണേ. ജസ്റ്റ് ആ സൗണ്ട് ആണ്. ഈ ആയാണ് നമ്മൾ അപ്പൻ എന്ന് പറയില്ലേ? എ പെൻ എന്ന് പറയില്ലേ? അത് എ നമ്മൾ എ അല്ല പറയാ, അപ്പൻ. ഓക്കെ, ആ രീതിയിലാണ് ആ എ പ്രൊണൗൺസ് ചെയ്യേണ്ടത്. ഒരിക്കലും എ അല്ല. ഓക്കെ, ക്ലിയർ? കുട്ടികൾക്ക് പറയുമ്പോൾ പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ പ്രത്യേകം പറഞ്ഞു കൊടുക്കണം. നമ്മള് എ ആണ് പണ്ട് മുതലേ പഠിച്ചത്. എ പെൻ അല്ലെ? എ കാർഡ്. സോ അങ്ങനെയല്ല, എ കാർഡ്, എ പെൻ. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ കേട്ടോ. നമ്മുടെ ഇംഗ്ലീഷ് ചാനൽ സൗണ്ടിലൊക്കെ നോക്കിയാൽ അറിയാൻ പറ്റും പ്രൊണൗൺസ് ചെയ്യുന്നത് എങ്ങനെയാണ്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് സൗണ്ട് ആണ്. നെക്സ്റ്റ് എന്താണ്? ആമി. ഓക്കെ, ആമി, ആ സൗണ്ട് ആണ്. നമ്മൾ നോർമലി അല്ല, ആ സൗണ്ടിന് കുറച്ചുകൂടെ നമ്മള് കുറച്ച് നീട്ടി പറയാം. ആമി, ഓക്കെ, ക്ലിയർ? നെക്സ്റ്റ് ആപ്പിൾ. ഓക്കെ, ആപ്പിൾ. പിന്നെ മാൻ. അത് സൗണ്ട് എങ്ങനെയാ പറയാ? എയും ഇയും കൂടെ കണക്ട് ചെയ്തൊരു സൗണ്ട് വരില്ലേ? എ. ആ സൗണ്ട് ആണ് കേട്ടോ. എങ്കർ. ബാങ്ക്. മാൻ. ആപ്പിൾ. ഓക്കെ, എ ആൻഡ് ഇ രണ്ടും കൂടെ ചേരുമ്പോ വരുന്നൊരു സൗണ്ട് ആണ്. പറയാം കേട്ടോ, പ്രാക്ടീസ് ചെയ്യാം. പ്രാക്ടീസ് ചെയ്യാൻ മാത്രമേ കിട്ടുള്ളൂ. ഞാൻ പറയുന്നത് കേട്ടത് കൊണ്ട് കാര്യമില്ല. ആ രീതിയിൽ ഒന്ന് പ്രാക്ടീസ് ചെയ്യാൻ കൂടുതൽ പറഞ്ഞു നോക്കാം. ഓക്കെ, ക്ലിയർ ആവുന്നുണ്ട് ഞാൻ പറയുന്നത്? ഓൺലൈൻ ആയതുകൊണ്ട് എനിക്ക് എത്രത്തോളം ഇത് എഫക്റ്റീവ് ആണ് എന്നൊക്കെ ക്ലിയർ ആവുന്നുണ്ടെന്ന് പറയാൻ പറ്റുന്നില്ല. ഡിഫറെന്റ്. സിറ്റ്, ഇറ്റ്. ഓക്കെ, ഇറ്റ്. ഈ സൗണ്ട്. അതുപോലെ തന്നെയാണ് ഇ. ഈറ്റ്, സീറ്റ്, സ്ലീപ്, കീപ്. ചെയ്യാട്ടോ. ഓക്കെ, അപ്പോ എന്താണ്? ഈറ്റ്, സ്ലീപ്, കീപ്. ഈ സൗണ്ട് ആണ്. ഓക്കെ, ഈ സൗണ്ട്. Then sugar, good, food ഇല്ല, sorry, food ഇല്ല കേട്ടോ. good, look. ഓക്കെ, അതൊക്കെ ജസ്റ്റ് സൗണ്ട് ആണ് കേട്ടോ. നമ്മൾ പണ്ട് മുതലേ ഫുഡ് എന്നാ പറയാ. ഫുഡ് അല്ല, ഫുഡ് ആണ് കേട്ടോ. ഫുഡ്. മൂവ്, ഷൂട്ട്,
ഓക്കെ ഫുഡ് ആണ് ഫുഡ് 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 അതാണ് നമ്മൾ ഫുഡി എന്ന് പറയാം അല്ലെ ഫുഡി എന്ന് പറഞ്ഞിട്ടില്ല ഫുഡി ആണെന്ന് പറയില്ലേ ഇതൊക്കെ ജസ്റ്റ് ഫുഡി ആണ് ഫുഡി ഫുഡ് നെക്സ്റ്റ് sound opinion opinion hot hot അല്ല hot office ഓഫീസ് അല്ല നമ്മൾ മലയാളത്തിൽ ഓഫീസ് രീതിയിൽ അങ്ങനെയാണ് പക്ഷെ ഇതല്ല കേട്ടോ ഓഫീസ് ആണ് ഓക്കെ നോട്ട് ഓഫീസ് ഇറ്റ്സ് ഓഫീസ് office, opinion, hot, okay, then orange, orange, over, okay, over, orange, okay, then elephant, elephant, just A, okay, elephant, then pet, pet, cat, okay, a sound on the elephant, pet in the A, pay in the A sound over, okay, pet. Cat. ഇത്രയും ക്ലിയർ ആയോ ഓക്കെ ആണോ ഒരുപാട് വേർഡ്സ് പഠിക്കുക ഒരുപാട് വേർഡ്സ് പഠിച്ച് പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് മാത്രം നമുക്കത് കറക്റ്റ് സൗണ്ട് കിട്ടുള്ളൂ കേട്ടോ പ്രാക്ടീസ് ഇമ്പോർട്ടന്റ് ആണ് ഇത്രയും ക്ലിയർ ആണ് നെക്സ്റ്റ് ആ സൗണ്ട് എലഫന്റിന് ശേഷമുള്ള സൗണ്ട് എഴുതാൻ പറ്റില്ല കേട്ടോ അതുകൊണ്ടാണ് മലയാളത്തിൽ എഴുതാത്തത് ഓക്കെ ഓക്കെ ആ സൗണ്ട് ആണ് വരാം ഈയുടെ അവിടെ ഫാദർ ഈയുടെ അവിടെയാണ് സൗണ്ട് വരുന്നത് കേട്ടോ ഫാദർ ഓക്കെ മദർ ബ്രദർ അതെങ്ങനെയാ സൗണ്ട് പറയാന്നറിയില്ല ഒരു ഫാദർ എന്ന് പറയില്ലേ ആ സൗണ്ട് ആണ് കേട്ടോ വരുന്നത് ഫാദർ മദർ ബ്രദർ ഓക്കെ ക്ലിയർ മാം ഈ ഫാദർ മദർ എന്നില്ലേ ഫാദർ അല്ല കേട്ടോ അത് ഫാദർ അല്ല ഓക്കെ മാം അത് ഫാ എന്നുള്ളതിലും ദ എന്നുള്ളതിലും രണ്ടിലും നമ്മൾ പ്രൊണൗൺസിയേഷൻ മാറ്റി പറയണോ അതങ്ങനെയാണോ ഫാദർ മദർ എന്നൊക്കെ പറയുന്നില്ല മാം അത് നീട്ടിയില്ല പറയുന്നത് കേട്ടോ അത് നമുക്ക് ഞാൻ പറഞ്ഞു നമ്മുടെ മൗത്തില് നാക്കൊക്കെ ഇങ്ങോട്ടെങ്കിലും പോണം മനസ്സിലായോ ഫാദർ അത് നാക്ക് ശരിക്കും നമ്മുടെ പല്ലിന്റെ അവിടെ ആയിട്ട് വരുന്നു ഓക്കെ ഇങ്ങനെയാണ് കറക്റ്റ് പ്രൊണൗൺസിയേഷൻ വരാം ഫാദർ ഓക്കെ ക്ലിയർ മദർ നമ്മൾ പണ്ട് പറഞ്ഞ ഫാദർ മദർ ബ്രദർ എന്നല്ലേ അങ്ങനെയല്ല ഫാദർ ആ ഒരു ചേഞ്ച് വരുന്നുണ്ട് മൗത്തില് അത് ശ്രദ്ധിക്കുക ഓക്കെ ഫാദർ മദർ ആ ചേഞ്ച് ആണ് കേട്ടോ ക്ലിയർ യെസ് മാം ഓക്കെ ഗേൾ കാരണം മൗത്ത് ഇവിടെ ഓപ്പൺ ആവുന്നുണ്ട് ഗേൾ പറയുമ്പോ ഓപ്പൺ ആവുന്നില്ലേ സൈഡ് ഓപ്പൺ ആവുന്നുണ്ട് അവിടെയാണ് സൗണ്ട് വരാം ഗേൾ ഓക്കെ ക്ലിയർ അത് കൈൻഡ് ഓഫ് സൗണ്ട് ആണത് ഗേൾ ഓപ്പൺ ആവുന്നുണ്ട് അതൊക്കെ ഇത്രയും സൗണ്ട്സ് ഒന്ന് പറഞ്ഞു നോക്കി ഒരുപാട് നമ്മുടെ മുഖത്തിൽ ഒരുപാട് ചേഞ്ചസ് വരുന്നുണ്ട് ഓക്കെ അങ്ങനെയാണ് ഓരോ വേർഡും പ്രൊണൗൺസ് ചെയ്യുക ഓരോ ലെറ്റേഴ്സും പ്രൊണൗൺസ് ചെയ്യുന്നത് അങ്ങനെയാണ് കേട്ടോ ഇനി ആപ്പിൾ ഓക്കെ ആപ്പിൾ ആണേ നോട്ട് ആപ്പിൾ ആപ്പിൾ അല്ല നമ്മള് ആപ്പിൾ എന്നല്ലേ പറയാം നമ്മള് മലയാളത്തിൽ എഴുതി അങ്ങനെ ശീലിച്ചാണ് ആപ്പിൾ നോട്ട് ആപ്പിൾ ഓക്കെ ആപ്പിൾ കറക്റ്റ് ആയിട്ട് കേട്ട് നോക്കണം കേട്ടോ ഞാൻ പറയുമ്പോൾ ക്ലിയർ ആവണമെന്നില്ല ജസ്റ്റ് ഒന്ന് കേട്ട് നോക്കും നിങ്ങൾ ആപ്പിളിന്റെ പ്രൊണൗൺസിയേഷൻ എങ്ങനെയാണെന്ന് കേട്ട് നോക്കും നമ്മൾ നോർമലി പഠിച്ചത് ആപ്പിൾ എന്നാണ് നമ്മൾ എപ്പോഴും അങ്ങനെ തന്നെയേ പറയുള്ളൂ എത്രത്തോളം നമ്മളത് പഠിച്ചാൽ നമ്മൾ അങ്ങനെ തന്നെയേ പറയും പക്ഷെ ഇത് പ്രാക്ടീസിലൂടെ മാറ്റാം ആപ്പിൾ ഓക്കെ ആൻഡ് ആപ്പിൾ എന്നൊക്കെ പറയില്ലേ ആ സൗണ്ട് ആണ് അപ്പൊ ഇതാണ് പ്യൂർ വവൽസ് എന്ന് പറയുന്നത് ഓക്കെ ക്ലിയർ പ്യൂർ വവൽസ് നെക്സ്റ്റ് കോൺസണൻസ് ആണ് കേട്ടോ കോൺസണൻസ് സൗണ്ട് നോർമലി ഇപ്പോ സ്വരാക്ഷരങ്ങൾ വ്യഞ്ജനാക്ഷരങ്ങൾ പറയുന്ന പോലെ അതിലെ കാക്കായിലെ സെയിം ആ സൗണ്ട് ഒക്കെ തന്നെയാണ് കുറച്ച് വ്യത്യാസങ്ങളൊന്നും ഉള്ളൂ കേട്ടോ പി അല്ലെ പി അല്ല ആണ് നോട്ട് ബി ബി അല്ല ഓക്കെ പി അല്ല ബി അല്ല അറിയാലോ പി എന്താണ് പ് ആണ് പാറ്റ് 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 ഓക്കെ ആൻഡ് ബാറ്റ് 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 ടി അല്ല കേട്ടോ എപ്പോഴും തെറ്റിക്കുന്നതാണ് ടി അല്ല ഇത് ചായാണ് കാറ്റിന്റെ ച സൗണ്ട് ആണ് ട്രീ ഓക്കെ ട്രീ ട്രീ
അല്ല കേട്ടോ, ഡ അല്ല. നാക്ക് അവിടെ പോയി വളഞ്ഞു മുട്ടണ്ട, ജസ്റ്റ് നാക്ക് വളയാതെ ഡ എന്ന് പറയും. ഓക്കെ ആണോ? പറഞ്ഞു നോക്കുന്നുണ്ടോ നിങ്ങള്? സൗണ്ട് ആണ്, വളയ്ക്കണ്ട, നാക്ക് വളയ്ക്കണ്ട, അല്ലാതെ ഡ എന്ന് പറയും, വളയ്ക്കാതെ ഡോർ ഡോർ ഡോർ. ഓക്കെ, ഓക്കെ. ആൻഡ് ദെൻ ഓക്കെ ആയില്ലേ? ഡോൾ ആണ്, ഡോൾ, ഡോഗ്, ഡിങ്ക് എന്നൊക്കെ പറയാം. നാക്ക് വളയ്ക്കരുത് കേട്ടോ, എപ്പോഴും നിങ്ങൾ ചെയ്യുന്ന മിസ്റ്റേക്ക് ആണ്, നാക്ക് വളയ്ക്കാതെ പറയും. അതുപോലെ അല്ലെ, അത് പണ്ട് പഠിച്ചതാണ് ടാന്ന്, ടി അല്ലെ, ടി അല്ല, അത് നാക്ക് വളയ്ക്കാൻ പാടില്ല, എന്ന് പറയും. ആൻഡ് രണ്ടും ഡിഫറെന്റ് ആണ്. ക്ലിയർ? അറിയാലോ, നോർമലി ആണ്, കിങ് കിങ് കിങ്. പറഞ്ഞതിന് ശേഷമാണ് ഈയിലൊക്കെ വരാം. കിങ് കിങ്. ഒരു നമുക്ക് കൈ വെക്കുമ്പോ ശരിക്കും എയർ ടച്ച് ചെയ്യും എന്ന് പറയുമ്പോ. ഓക്കെ, കിങ് ആണ്, ഗുഡ്, നോട്ട് ഗുഡ് അല്ല, ഗുഡ് ഗുഡ്. കാരണം പ്രൊണൗൺസ് ചെയ്ത ശേഷമാണ് ഊലേക്ക് വരുന്നത്. ഓക്കെ, ഗുഡ് ഗുഡ് ഗുഡ്. ക്ലിയർ? And it's a cheer sound. TS ആണ്, ടിയും എസ് മോഡലുള്ള സാധനമാണ് കേട്ടോ അത്, ലെറ്റർ. സോ ഇറ്റ്സ് സൗണ്ട് ആണ്. അപ്പൊ അതില് ടിയും സും ഒന്നിച്ച് സൗണ്ട് വരണം. ഓക്കെ, cheer ഓക്കെ, cheer. church not ചർച്ച് അല്ല, നമ്മുടെ മലയാളത്തിൽ ചായയല്ല. ഓക്കെ, ഇതും മലയാളമായിട്ട് ഒരു ബന്ധവും ഇല്ല കേട്ടോ. ജസ്റ്റ് ഇത് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം ഞാൻ മലയാളത്തിൽ എഴുതിയതേ ഉള്ളൂ. പക്ഷെ നമ്മൾ പ്രൊണൗൺസ് ചെയ്യുമ്പോൾ മലയാളമായിട്ട് ഒരു ബന്ധവും ഇല്ല, അത് മനസ്സിലാക്കാം. ടിയും സേവും കൂടെ പ്രൊണൗൺസ് ചെയ്യുമ്പോൾ ഒട്ടിട്ടൊരു സൗണ്ട് ഉണ്ടല്ലോ, അതാണ് അവിടെ വരാം. church cheer. ഓക്കെ, ക്ലിയർ? നെക്സ്റ്റ് jam. ഓക്കെ, jam അല്ല, jam. കാരണം ഈ ജ മാത്രല്ല, അവിടെ ജ പ്രൊണൗൺസ് ചെയ്യുന്നുണ്ട്, അതിൽ കൂടെ എ പ്രൊണൗൺസ് ചെയ്യുന്നുണ്ട്, എം പ്രൊണൗൺസ് ചെയ്യുന്നുണ്ട്. ഓരോ വേർഡിനും നമുക്ക് ഓരോ പ്രൊണൗൺസിയേഷൻ ആണ്. അതെല്ലാം കൂടെ കൂടിച്ചേരുമ്പോഴാണ് അവർ കറക്റ്റ് ഒരു വേർഡ് പ്രൊണൗൺസിയേഷൻ വരാം. മനസ്സിലായോ? ജു വേറെയാണ്, അപ്പൊ ജാം എന്ന് പറയണം. മാം ഡി അതെന്താ എഴുതിയിരിക്കുന്നത്? D3 എന്തോ ക്ലിയർ ആയില്ല. 8 ഇപ്പൊ പറഞ്ഞ എങ്ങനെ എഴുതിയിരിക്കുന്നത്? ഡിന്റെ കൂടെ എന്താ എഴുതിയിരിക്കുന്നത്? ഡിന്റെ കൂടെ നമ്മുടെ ഇസഡ് ഇല്ലേ, ഇസഡിന്റെ വേർഡ് ലെറ്റർ ഇല്ലേ, സെയിം ലെറ്റർ, ആ ലെറ്റർ പോലെയാണ് കേട്ടോ. ഓക്കെ. ഇത് നിങ്ങൾ എന്നെ നോക്കണമെന്നില്ല കേട്ടോ, നിങ്ങൾ സെർച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും. യൂട്യൂബിൽ സെർച്ച് ചെയ്യും, അവർ എഴുതി കാണിച്ചൊക്കെ തരും. അങ്ങനെ പഠിക്കൂ കേട്ടോ മാക്സിമം. കാരണം ലെറ്റേഴ്സ് ഒക്കെ ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചിരിക്കുന്നത് എപ്പോഴും നല്ലതാണ്. ദെൻ എം ആണ്, മു ആണ്, മു സൗണ്ട്. monkey, വരും, മു സൗണ്ട്. മാംഗോ, ദെൻ എൻ എന്താണ്? ന ആണ്, ന. ഓക്കെ, നെറ്റ്, noon. ഓക്കെ, nuts. ന പറഞ്ഞ ശേഷമാണ് ബാക്കി വരാം. സൗണ്ട്, അത് നമ്മുടെ എണ്ണില്ലേ, എണ്ണിട്ടിട്ട് ജസ്റ്റ് താഴേക്ക് ഒന്ന് നീട്ടിപ്പോകാം, അതാണ് ആ ലെറ്റർ വരാം. സൗണ്ട്. സിംഗ്, സൗണ്ട്. സിംഗ്, കിങ്, ക്ലീൻ. ഓക്കെ, സൗണ്ട്. ദെൻ ലാണ്, നമ്മുടെ എൽ ആണ്, ലവ് ആണ്, ലവ്, ലൈക്ക് നോട്ട് ലൈക്ക് അല്ല, ലൈക്ക്, ലവ്.
Then കല്ലാട്ടോ സൗണ്ട് ഞാൻ ജസ്റ്റ് എഴുതി വെച്ചെന്നുള്ളൂ. റായും റായും കൂടെ മിക്സ് ചെയ്ത് പറയണം. റോഡ് റോഡ് റിംഗ് റിംഗ്. റായും കൂടെ മിക്സ് ചെയ്ത് വരുന്ന സൗണ്ട് ആണ് ആറിനുള്ളത്. ക്ലിയർ? അതെപ്പോഴും ഞാൻ പറയുന്ന ഒരു കാര്യമാണ്, ശ്രദ്ധിക്കേണ്ടതാണ് കേട്ടോ. റോഡ് റിംഗ് റൈറ്റ്. ഓക്കെ, ക്ലിയർ? എപ്പോഴും പറഞ്ഞുകൊണ്ടേയിരിക്കുക, പഠിക്കുക. അതുപോലെ നിങ്ങൾക്ക് വരുന്ന മിസ്റ്റേക്ക് വരുന്നത് റായില് മിസ്റ്റേക്ക് വരുന്നുണ്ട്, ടീയില് വരുന്നുണ്ട്, ഡിയില് വരുന്നുണ്ട്. ഇതൊക്കെ കറക്റ്റ് ശ്രദ്ധിച്ച് പ്രാക്ടീസ് ചെയ്ത് പഠിക്കുക. ഓക്കെ, ഈ റായൊക്കെ നമ്മൾ നന്നായിട്ട് പറയുകയാണെങ്കിൽ ശരിക്കും ആ ഒരു വെസ്റ്റേൺ സ്പീക്കേഴ്സ് പറയുന്ന പോലെ നമുക്ക് പറയാൻ പറ്റും. നമുക്ക് ആ ഒരു മോഡുലേഷൻ വരും കറക്റ്റ്. ഈ ലെറ്റേഴ്സ് ഒക്കെ നോക്കി കറക്റ്റ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ. ഓക്കെ, rod, right, rain, rain. Okay. Then sound. Sit, 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 sat. Okay. Sleep. Then sound. Then z. Then z ആണ് കുറച്ച് വൈബ്രേഷൻ ഉള്ള ഒരു സൗണ്ട് ആണ്. Zebra, zebra, pizza, pizza, pizza. കണ്ടോ, അതാണ് പിസ്സക്ക് കുറച്ചുകൂടെ കട്ടി. പിസ്സ. Then ഷൂ ആണ്. ഓക്കെ, അറിയാലോ, ഷീപ്പ്. Then pleasure. അത് റായും ഷായും കൂടെ മിക്സ് ചെയ്തൊരു സൗണ്ട് ആണ്. pleasure സൗണ്ട് ആണ് കേട്ടോ. pleasure, measure. ഓക്കെ, pleasure എന്ന് പറയില്ലേ. സോ അത് ഷായ് അല്ല, ഷായും ഷായും കൂടെ ചേരുമ്പോൾ ഒരു സൗണ്ട് വരും, അതാണ് കേട്ടോ. measured, measured എന്നൊക്കെ പറയാം. ഓക്കെ, think ആണ്. അത് ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ നാക്ക് പുറത്തോട്ട് വരും. അധികം പുറത്തോട്ടേക്കല്ല കേട്ടോ, ജസ്റ്റ് ഒന്ന് പുറത്തോട്ട് വരും. ആ രീതിയിലാണ് തീ പറയാം. think. ഓക്കെ, think. Clear? Think. Yes. Next, v sound. Van, vanish. V sound. W വരുമ്പോ കുറച്ചുകൂടെ നമ്മള് കുറച്ചുകൂടി സ്ട്രെസ് ചെയ്ത് പറയാം. Bat, watch, watching. Okay. And fan. അത് sound ആണ് കേട്ടോ. Yes sound. Yes. Then hat. Okay, hat. Yeah. Clear? 23 ജെ ആണല്ലോ കൊടുത്തേക്കണേ, അവിടെ വൈ അല്ലേ? ജി ആണ് കേട്ടോ. ലെറ്റർ ജി ആണെങ്കിൽ പ്രൊണൗൺസിയേഷൻ ആണ്. Okay.
ഓക്കെ, ഇത്രയും നോട്ട്സ് കംപ്ലീറ്റ് ആണോ? കംപ്ലീറ്റ് ആണ്. ഇതിപ്പോ വൊവൽസ് ആൻഡ് കോൺസണന്റ് സൗണ്ട് ആണ് ഇപ്പൊ നോക്കിയത്. ഇനി നമുക്ക് ഡിഫ്തോങ്സ് നോക്കാറുണ്ട് അല്ലെ. വൊവൽസ് എന്ന് പറയുമ്പോൾ 20 വൊവൽസ് ആണുള്ളത്. അതിൽ പ്യുവർ വൊവൽസും ഡിഫ്തോങ്സും കൂടെ ചേരുമ്പോഴാണ് 20 വരാം. ഇതിപ്പോ 12 ആണ്. ക്ലിയർ? ബാക്കി 8 ഡിഫ്തോങ്സ് ആണ്. അതിന്റെ പിക്ചറൂടെ കാണിച്ചു തരാം കേട്ടോ. വെയിറ്റ് ചെയ്യാം. ഇത്രയാണ് ശരിക്കും നമുക്ക് കോംപ്ലക്സിനെ കുറിച്ച് പറയാനുള്ളൂ. ഇതെല്ലാം ഓരോ ലെറ്റേഴ്സ് ആണ് ഇപ്പൊ പഠിക്കുന്നത്. ഇതെല്ലാം കൂടി ജോയിൻ ചെയ്യും അല്ലെ. ഒരു വേർഡ് പറയുമ്പോൾ ഇതെല്ലാം കൂടി ജോയിൻ ചെയ്ത് നമ്മൾ എഴുതും. കാരണം നമ്മൾ ഇംഗ്ലീഷ് എഴുതില്ലേ അല്ലെ, നോർമലി ഇംഗ്ലീഷ് എഴുതില്ല. അതുപോലെ തന്നെ നമുക്ക് കോംപ്ലക്സ് വെച്ചിട്ട് എഴുതാൻ പറ്റും കേട്ടോ. അത് ഞാനിപ്പോ കാണിച്ചു തരാവേ. അപ്പൊ ഓരോ വേർഡും നമ്മൾ ഓരോ ലെറ്ററും അതിൻ്റെതായ രീതിയിൽ പ്രൊണൗൺസ് ചെയ്തിട്ടാണ് ഒരു വേർഡ് കറക്റ്റ് പ്രൊണൗൺസിയേഷൻ വരാൻ. ഇപ്പൊ പഠിച്ച പോലെ ആ സൗണ്ട്, സൗണ്ട് എല്ലാ സൗണ്ടും എല്ലാ ലെറ്റേഴ്സിനും സൗണ്ട്സ് ഉണ്ട്. ഒട്ട് പാടാണ്, ഭയങ്കര പാടാ. ഇത് ഞാൻ കുറച്ച് വേറെ ബാച്ചിനൊക്കെ 6ഉം 7ഉം നമ്മൾ ക്ലാസ് എടുത്തപ്പോ 2 hour ക്ലാസ് എടുക്കും. ഇതെല്ലാം പറഞ്ഞു വരുമ്പോൾ നമ്മൾ ടയേർഡ് ആവും. കാരണം അത്യാവശ്യം എഫേർട്ട് എടുക്കുന്നുണ്ട് സൗണ്ട് പറയുമ്പോൾ. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ നിങ്ങളോട് മാക്സിമം നിങ്ങളോട് നോക്കാൻ പറയുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾ തന്നെ പ്രാക്ടീസ് ചെയ്താലും കുറച്ചുകൂടി കിട്ടുള്ളൂ. പ്രാക്ടീസ് ചെയ്യണം. അപ്പൊ ഞാനത് പറഞ്ഞ് കേട്ടതുകൊണ്ടും നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലായെന്ന് അറിയില്ല. എന്നാലും ജസ്റ്റ് പഠിച്ചു വെക്കുക, പ്രാക്ടീസ് ചെയ്യാം. കൺഫ്യൂഷൻ ആകും, ആക്കിയോ നമ്മൾ എന്തായാലും ഇംഗ്ലീഷ് പഠിച്ചു, ഗ്രാമർ എല്ലാം പഠിച്ചു. അതുപോലെ പ്രാക്ടീസ് ചെയ്യേണ്ട ശരിക്കും പ്രൊണൗൺസിയേഷൻ അത്ര ഇമ്പോർട്ടന്റ് ആണ് അല്ലെ. നമ്മൾ ഓരോ വേർഡും പ്രൊണൗൺസ് ചെയ്യുന്നത് കറക്റ്റ് ആണോ എന്നൊന്നും ആലോചിച്ചിട്ട് ചെയ്യട്ടോ. ഓക്കെ, അപ്പൊ ഇതാണ് കേട്ടോ ഡിഫ്തോങ്സ്. ഇതാണ് നമ്മുടെ വൊവൽസ് നോക്കി, കോൺസണൻസ് നോക്കി, ഡിഫ്തോങ്സ് ആണ്. ഡിഫ്തോങ്സ് എന്ന് പറയുമ്പോൾ 2 ലെറ്റേഴ്സ് വരുന്നുണ്ട്. ലെറ്റേഴ്സ് എന്നൊക്കെ അല്ല ശരിക്കും പറയാ, സൗണ്ട്സ് ആണ് കേട്ടോ. നോക്കൂ. ഓക്കെ, ഇതില് നമ്മൾ നേരത്തെ നോക്കിയ എ ആൻഡ് ഇ കണ്ടോ. ഏഞ്ചൽ, ഏഞ്ചൽ, ഓക്കെ, നമ്മൾ ഇങ്ങനെ തന്നെയാണ് പ്രൊണൗൺസ് ചെയ്യാൻ. കുറച്ചുകൂടെ അറിയുമ്പോ അല്ലെ, കുറച്ചുകൂടെ കാര്യമായിട്ട് അറിയുമ്പോ പ്രൊണൗൺസിയേഷൻ കുറച്ചുകൂടി ചേഞ്ച് ആകും. ഓക്കെ, അപ്പോ angel, angel, angel. Next in the oil, 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 boy, boy, soil. The soil എന്ന് പറയുമ്പോ സൗണ്ടും വരണം, ഓയ് സൗണ്ടും വരണം, ല് സൗണ്ടും വരണം. മനസ്സിലായോ? ഓയ് ല് എന്നാ അപ്പോഴാണ് കറക്റ്റ് സോയിൽ, സോയിൽ എന്ന് വരൂ. കോയ് കണ്ടോ, ക് സൗണ്ട് വരണം, ഓയ് സൗണ്ട് വരണം അല്ലെ. കോയിൻ, കോയിൻ, ഇതാണ് കറക്റ്റ് പ്രൊണൗൺസിയേഷൻ. ഓരോ വേർഡ്സ് വരുമ്പോ കോയിൻ എന്ന് പറഞ്ഞൊരു വേർഡ് ആണ് അല്ലെ. പക്ഷെ ഈച്ച് ലെറ്റേഴ്സിനും അതിൻ്റെതായ എന്ത് സൗണ്ട് ഉണ്ട്. ആ സൗണ്ട് ഒന്നിച്ച് വരുമ്പോഴാണ് കറക്റ്റ് പ്രൊണൗൺസിയേഷൻ ആയിട്ട് വരാം. അതായത് നമ്മൾ വെറുതെ ജസ്റ്റ് കോയിൻ എന്ന് പറഞ്ഞാലായില്ല. കോയിൻ, കോയിൻ. ക്ലിയർ? I. Okay, my. Fine, fine. Mine. Okay, mine. വരണം അവിടെ. Mine. Next എന്താ? ER, EA അല്ലെ. ER, here, DR. കണ്ടോ? D വരണം. D സൗണ്ട് വരണം. DR. സൗണ്ട് വരണം അല്ലെ. R ഉണ്ട് അവിടെ. R ഉണ്ട്. അപ്പൊ അത് സൈലന്റ് ആയിട്ട് നമ്മൾ പ്രൊണൗൺസ് ചെയ്യണം. GR. Okay, GR. Then
AR, 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 A, E. ഒരു A and ER sound. AR, AR, കേട്ടോ? AR, then fair, fair, fair. Okay? Then എന്താ? Poor, അല്ലെ? ആ sound ആണ് poor. Poor, poor, sure, pure, pure. Okay, clear ആവുന്നുണ്ടോ? റെസ്പോണ്ട് ചെയ്യൂ. ക്ലിയർ ആവുന്നുണ്ടോ? Yes, ma'am. Okay, then bow, bow, owl, owl sound ആണ് owl. So ഇത് bow, bow, crowd, 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 owl, owl. Then now. Okay, no അല്ല കേട്ടോ. No അല്ല. Now, now, now. A sound now, now. Then go, go, cow. Okay, അപ്പൊ നമ്മൾ പറഞ്ഞ നോയും ഗോയും അല്ല, ശരിക്കും നോ ആൻഡ് ഗോ ഇറ്റ്സ് എ മിസ്റ്റേക്ക്. ഓക്കെ, കറക്റ്റ് പ്രൊനൗൺസിയേഷൻ now. ഓക്കെ, go, go. അത് ചെക്ക് ചെയ്ത് നോക്കണം, നിങ്ങൾ കേട്ട് നോക്കണേ. നമ്മൾ മിക്കപ്പോഴും യൂസ് ചെയ്യുന്ന വേർഡാണ് നോ ആൻഡ് ഗോ. സോ ഇതൊന്ന് ക്ലിയർ ചെയ്ത് കേട്ട് നോക്കാം. ഗൂഗിളിൽ സെർച്ച് ചെയ്യുക, കേട്ട് നോക്കുക, അതേപോലെ പ്രൊനൗൺസ് ചെയ്യാം. അപ്പൊ ഇത്രയാണ് ഡിഫ്തോങ്സ്, വോവൽസ്, കോൺസണൻസ്, ഇതൊക്കെയാണ് കറക്റ്റ് ഓരോ ലെറ്റേഴ്സിന്റെ പ്രൊനൗൺസിയേഷൻ വരുന്നത്. സൗണ്ടിന് മുമ്പ് എഴുതിയേക്കണത് നമുക്ക് ഉപയോഗിക്കണോ? ഈ നോട്ട്സ് ക്ലാസ്സിൽ അപ്ലോഡ് ചെയ്യാം കേട്ടോ. ഇപ്പൊ നിങ്ങൾക്ക് കാണിച്ചു തന്ന എല്ലാ നോട്ട്സും സൗണ്ടിന് മുമ്പ് എഴുതിയേക്കണ വേർഡ് എഴുതണോ? ലെറ്റർ സൗണ്ടിന് മുമ്പ് എഴുതിയ മനസ്സിലായില്ല. സിമ്പൽ ഈ ഐ എന്നൊക്കെ എഴുതിയേക്കണം. അത് എഴുതിയ കുറച്ചുകൂടെ നല്ലതാണ്, നിങ്ങൾക്ക് മനസ്സിലാവും. മനസ്സിലാവില്ല. ഓക്കെ, എന്തായാലും നോട്ട്സ് എല്ലാം അപ്ലോഡ് ചെയ്യാം കേട്ടോ. സ്ക്രീനിൽ ഷെയർ ചെയ്ത എല്ലാ നോട്ട്സും ക്ലാസ്സിൽ അപ്ലോഡ് ചെയ്യാം. ഓക്കെ, ക്ലാസിഫിക്കേഷൻ ഇതാണ്. ഞാൻ പറഞ്ഞു മൊണോഫ്തോങ്സും ഡിഫ്തോങ്സും. മൊണോഫ്തോങ്സ് എന്താണ് പറഞ്ഞല്ലേ? വോവൽസ് ആണ്. പ്യൂർ വോവൽസിനെയാണ് മൊണോഫ്തോങ്സ് എന്ന് പറയാ. പറഞ്ഞു ചിലപ്പോ മനസ്സിലാവുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ല, കേൾക്കാം. ശരിക്കും യൂട്യൂബിൽ ഒരു നോക്കാട്ടോ. സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് ഞാൻ പറയുന്നതിനേക്കാളും കൂടുതൽ ബെറ്റർ ആയിട്ട് അവർ ക്ലിയർ ചെയ്ത് പറഞ്ഞു തരുന്നുണ്ട്. സോ ക്ലാസ് വരെയൊക്കെ കാണാം, പ്രാക്ടീസ് ചെയ്യാം, കൂടെയും പ്രാക്ടീസ് ചെയ്യാം. എന്നാൽ മാത്രമേ കിട്ടൂ, അല്ലാതെ കിട്ടില്ല കേട്ടോ. കുറച്ച് ബുദ്ധിമുട്ടാണ്, പക്ഷെ പഠിച്ചാൽ നല്ലതാണ് കേട്ടോ. ഇപ്പൊ മൊണോഫ്തോങ്സും ഡിഫ്തോങ്സ് ഉണ്ട്. ഞാൻ എഴുതിയതും ഈ നോട്ടും തമ്മിൽ വ്യത്യാസമില്ലേ? ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ എഴുതുമ്പോൾ പല രീതിയിൽ വരും. ഇത് നോക്കി, ഇവിടെ വേർഡും ട്രാൻസ്ലേഷൻ നോക്കി. ഇത് ട്രാൻസ്ക്രിപ്ഷൻ. നമുക്ക് ഇപ്പൊ ഞാൻ പറഞ്ഞു തന്ന എല്ലാ ലെറ്റേഴ്സ് ഇതിലുണ്ട്. ഇതെല്ലാം നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും. ഇത് ഇംഗ്ലീഷ് ആണെങ്കിൽ ഇത് എന്താണ്? കോണ്ടെക്സ് ആണ്. കോണ്ടെക്സിലും നമുക്ക് എഴുതാം, ഇംഗ്ലീഷിലും നമുക്ക് എഴുതാം. ക്ലിയർ? ക്ലവർ, ക്ലവർ, ക്ലവർ എഴുതിയാണ് നോക്കി. ഇവിടെ ക സൗണ്ട് ഉണ്ട്, ല സൗണ്ട് ഉണ്ട്, ഉണ്ട്, സൗണ്ട് ഉണ്ട്, റ സൗണ്ട് ഉണ്ട്. ക്ലവർ, ക്ലവർ എന്നാണ് സൗണ്ട് വരാം. ടീച്ചർ കണ്ടോ? ടീച്ചർ, ചെറു വന്നിട്ട് ഈ സൗണ്ട് ആണ്. ചെ സൗണ്ട് ഉണ്ട്, സൗണ്ട് ഉണ്ട് അല്ലെ? ടീച്ചർ. ഇവിടെ ആറ് സൈലന്റ് ആണ്. സോ നമ്മുടെ ഫോണിറ്റിക്സിൽ അവിടെ ആറ് തന്നിട്ടില്ല, കാരണം അത് സൈലന്റ് ആണ്. ടീച്ചർ, ടീച്ചർ. ക്ലിയർ? പാർട്ട് കണ്ടോ? പാർട്ട്, പാർട്ട്. ഇതൊക്കെ നോക്കിയാൽ ലെറ്റേഴ്സ് നോക്കുമ്പോ ആ ട്രാൻസ്ക്രിപ്ഷൻ നോക്കിയാൽ അറിയാൻ പറ്റും കറക്റ്റ് പ്രൊണൗൺസിയേഷൻ എന്താണ്. അതേപോലെ തന്നെ പ്രൊണൗൺസ് ചെയ്യാൻ നോക്കുക. ക്യാമൽ കണ്ടോ? ക്യാമൽ, ക്യാമൽ, നോട്ട് ക്യാമൽ. നമ്മുടെ മെൽ എന്നല്ലേ പറഞ്ഞേ? മില്ലാണ് അല്ലെ? ക്യാമൽ, ക്യാമൽ, ക്യാമൽ. എ സൗണ്ട് അപ്പൊ ആപ്പിൾ സൗണ്ട് ആണ് അവിടെ വരുന്നത്. ക്യാമൽ. മെത്തേഡ് കണ്ടോ? മെത്തേഡ്, മെത്തേഡ്, മെത്തേഡ്. സൗണ്ട് ഉണ്ട്, പിന്നെ ഉണ്ട്, പുറത്തോട്ട് വരും, നാക്ക് പുറത്തോട്ട് വരും, ആ സൗണ്ട് ഉണ്ട് അല്ലെ? മെത്തേഡ്. ലീജോ, ലീജോ, ലീജോ. അവിടെ റാ സൗണ്ട് ഇല്ല, ആറില്ല കേട്ടോ. ലീജോ, ഇത്രയുള്ളൂ. ലീജോ. ചോർച്ച്, ചോർച്ച്. ഷിപ്പ്, ഷിപ്പ്. Then matter. നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലേ? matter. സിമ്പിൾ, സിമ്പിൾ, സിമ്പിൾ. ലിവ് സൗണ്ട് അല്ല, സിമ്പിൾ. ഓക്കെ, സിമ്പിൾ. ആപ്പിൾ, ആപ്പിൾ. ആപ്പിളിന്റെ ട്രാൻസ്ക്രിപ്ഷൻ നോക്കി, കുറച്ചേ ഉള്ളൂ അല്ലെ? ആപ്പിൾ കണ്ടോ? ആപ്പിൾ, ഇത്രയേ ഉള്ളൂ. Then tribo, tribo, tribo. അവിടെ ആറില്ല. pitch, pitch. cat, cat, cat.
Nerves. കണ്ടോ? Nerves. Nouns. കണ്ടോ? വ്യത്യാസം കണ്ടോ? Little. 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 Jew. Jew. Sheep. കണ്ടോ? Sheep. Rat. 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 Sandal. Sandal. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് പറയാനുള്ളത്. ഏകദേശമൊക്കെ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എന്താണ് ഫോണിക്സ് എന്നും ലെറ്റേഴ്സ് എന്താണ് അതൊക്കെ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതാ ഞാൻ പറഞ്ഞല്ലോ, ഇത് പറയുമ്പോൾ നിങ്ങൾക്ക് തമാശയായിട്ടൊക്കെ തോന്നും, പക്ഷേ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് ഫോണിക്സ്. നമ്മളിത് ഫോണിക്സ് പഠിച്ചാല് പ്രൊണൗൺസിയേഷൻ നമുക്ക് സിമ്പിൾ ആയിരിക്കും കേട്ടോ. അറിഞ്ഞു വെക്കുക. നോക്കിയേ, ഗേൾസ് കണ്ടോ? കണ്ടോ? കറക്റ്റ് എങ്ങനെ പറയാ? Don't go there. Don't go there. നമുക്ക് കറക്റ്റ് പ്രൊണൗൺസിയേഷൻ പഠിച്ചാൽ നമുക്ക് ഇംഗ്ലീഷ് ആ ഒരു മോഡുലേഷൻ തന്നെ മാറിപ്പോ. ഓക്കെ ഓക്കെ അല്ലേ? ക്ലിയർ ആയി? അപ്പോ ലോങ് വൊവൽസ് ഉണ്ട് ഇതില്. ഞാൻ പറഞ്ഞ ഈ എന്നൊക്കെ പറയുന്ന പോലെ ലോങ് വൊവൽസ് കുറച്ച് നീട്ടി പോകുന്നതെല്ലാം എന്താണ്? ലോങ് വൊവൽസ് ആണ്. ഷോർട്ട് വൊവൽസ് ഒക്കെ ഏതായിരിക്കും? ടി ടി എന്നൊക്കെ പറയില്ലേ, അതൊക്കെയാണ് ഷോർട്ട് വൊവൽസ്. കണ്ടോ? ഷോർട്ട് വൊവൽസ്. Then long vowels. Eat, കണ്ടോ? Meat, car, tall, curl, chew. ഇതൊക്കെ എന്താണ്? Long vowels ആണ്. Then short vowels എന്താ? Pit, pat, pat. കണ്ടോ? Pat, pot, luck, good, echo. ഇതൊക്കെ ഷോർട്ട് vowels ആണ്. അപ്പൊ ഈ നോട്ട്സും ഞാൻ ക്ലാസ്സിൽ ഷെയർ ചെയ്യാം, അപ്ലോഡ് ചെയ്യാം. ഓക്കെ, ക്ലിയർ? അപ്പൊ മതിയോ? ഓക്കെ ആണോ? ക്ലിയർ ആയോ? ഒരു പ്രാവശ്യം ക്ലാസ്സിൽ ഒന്ന് കേട്ടെന്ന് വെച്ച് ക്ലിയർ ആവില്ല. ഒരുപാട് പ്രാവശ്യം നമ്മൾ പ്രാക്ടീസ് ചെയ്ത് നോക്കിയെങ്കിലേ ഇത് പറ്റത്തുള്ളൂ. അല്ലാതെ ഒരു പ്രാവശ്യം മാം ഒന്ന് പഠിപ്പിച്ചു എന്ന് എഴുതിയിട്ട് മാത്രം പറ്റില്ല. ഒത്തിരി ഇത് വർക്ക് ചെയ്തെങ്കിലേ നടക്കത്തുള്ളൂ കാര്യം. ജസ്റ്റ് എന്താണ് കോണ്ടെക്സ്റ്റ് എന്താണ് ജസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്ത്, ദാറ്റ്സ് ഓൾ. ഓക്കെ, ബാക്കി എല്ലാം നിങ്ങളാണ്, നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം, പഠിക്കണം. അതെല്ലാം അങ്ങനെ തന്നെയാണ്. ടീച്ചർ എല്ലാം പഠിപ്പിച്ചുകൊണ്ടൊന്നും ആയില്ല, എല്ലാം നിങ്ങൾ തന്നെ പഠിക്കേണ്ടതാണ്. ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ പഠിക്കണം. ഇത്രയൊക്കെയാണ് കോണ്ടെക്സ്റ്റിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി നിങ്ങൾ സെർച്ച് ചെയ്യുക, റെഫർ ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക. ദാറ്റ്സ് ഓൾ. ഓക്കെ, ഇനി എന്താണ്? എന്തെങ്കിലും ഡൗട്ട്സ് എനിക്ക് ചോദിക്കാനുണ്ടോ? ടേം 2 എക്സാം ആണ്. അത്യാവശ്യം ക്വസ്റ്റ്യൻസ് ഒക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ക്വസ്റ്റ്യൻസ് എല്ലാം എങ്ങനെയൊക്കെയാണ് എക്സാമിന് ക്വസ്റ്റ്യൻസ് വരാം, മോഡൽ എങ്ങനെയാണ് എന്നൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ ഓൾറെഡി പറഞ്ഞു. കോണ്ടെക്സ്റ്റും കംപ്ലീറ്റ് ആയി, നമ്മുടെ ചാപ്റ്റേഴ്സും കംപ്ലീറ്റ് ആയി. ഇനി പ്രത്യേകിച്ചൊന്നുമില്ല. എന്തെങ്കിലും പറയാനുണ്ടോ? ഇപ്പൊ ഒരു ക്ലാസ്സിന് കിട്ടുമെന്ന് അറിയില്ല കേട്ടോ, ഞാൻ മാക്സിമം നോക്കാം. ഓക്കെ, ബാച്ചിൽ എക്സാം അറ്റൻഡ് ചെയ്യുന്നില്ല മാം. അപ്പം മാമിനെ ഇനി കാണാമെന്ന് വിശ്വസിക്കുന്നു. എക്സാം എഴുതുന്നവരെ കാണാമെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, എന്തോ എനിക്ക് പറയാനുള്ളത്, മാമിന്റെ ക്ലാസ് കിട്ടിയോണ്ട് ഒരുപാട് ഉപകാരം ഉണ്ടായിട്ടുണ്ട്. ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് ഇംഗ്ലീഷ് ക്ലാസ്സിലെ വലിയ കാര്യമൊന്നുമില്ല. കാരണം നമുക്കറിയണ ഈ ഗ്രാമർ ഒക്കെ അല്ലേ, ബേസിക് അല്ലേ, അതൊക്കെ നമ്മൾ മുമ്പേ പഠിച്ചതല്ലേ, എന്തിനാണ് വീണ്ടും അതൊക്കെ ഞാൻ ഇങ്ങനെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് MT8 എന്ന് പറയുന്ന ഇതിലേക്ക് ജോയിൻ ചെയ്യുമ്പോൾ. എനിക്ക് എന്താ പറയാ, ഒരു ഓവർ കോൺഫിഡൻസ് അല്ലെങ്കിൽ ഒരു അഹങ്കാരം എന്നൊക്കെ പറയില്ലേ, ആ സംഭവം കുറച്ച് കൂടുതൽ ഉണ്ടായിരുന്നു ഇംഗ്ലീഷിനെ വെച്ചിട്ട്. പക്ഷേങ്കില് മാമിന്റെ ക്ലാസ്സിൽ കയറിയതിന് ശേഷമാണ് ഞാൻ വട്ടപൂജ എന്ന് ഞാൻ പറഞ്ഞില്ല, എന്നാലും അങ്ങനെയാണ് എന്നും ഒരുപാട് പഠിക്കാനുണ്ട് എന്നും ഞാൻ മനസ്സിലാക്കി വെച്ചതൊന്നും ഒന്നല്ല എന്നും മനസ്സിലാക്കിയത്. അതായത് ഞാൻ മനസ്സിലാക്കിയ രീതിയിലല്ല ഇതൊന്നും എടുക്കേണ്ടതെന്നും എങ്ങനെയാണ് ഇംഗ്ലീഷ് നമ്മൾ ക്ലാസ് എടുത്തു കൊടുക്കേണ്ടതെന്നും എനിക്ക് മനസ്സിലായത് ഈ ക്ലാസ്സിൽ കയറിയതിനു ശേഷമാണ്. അതായത് ഇപ്പൊ ഫോർ എക്സാമ്പിൾ പറയാ, ഡയറക്റ്റ് സ്പീച്ച് ആൻഡ് ഇൻഡയറക്റ്റ് സ്പീച്ച് ആയിക്കോട്ടെ, ഫ്രേസ് ആൻഡ് ക്ലോസ് ആയിക്കോട്ടെ. ഓക്കെ ഓക്കെ, ഫ്രേസ് ആൻഡ് ക്ലോസ് ആയിക്കോട്ടെ, അങ്ങനെ എല്ലാ കാര്യങ്ങളും എനിക്ക് മനസ്സിലാക്കി തന്നത് മാമിന്റെ ഈ ക്ലാസ് കൊണ്ടാണ്. സത്യം പറഞ്ഞാൽ അത് ഒരു മിനിറ്റ് നമുക്ക് വരെ
സത്യം പറഞ്ഞാല് എൻ്റെ ഹൃദയത്തിൽ നിന്ന് ഒരു വലിയ താങ്ക്സ് പറയുന്നു. ഈ MT8 കൊണ്ട് ഒരുപാട് സ്മാർട്ട് സ്ട്രീമിൽ ഞാൻ ജോയിൻ ചെയ്തതിന് ശേഷം എനിക്ക് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞാൻ പഠിപ്പിക്കുന്ന രീതിയല്ല ശരിയായ രീതിയെന്നും എങ്ങനെ കുട്ടികളോട് ബിഹേവ് ചെയ്യാതെ ആ ഒരു, അതായത് ഞാൻ എൻ്റെ ട്യൂഷനിലെ കുട്ടികൾ വരും, ഞാൻ അവരെ എൻഗേജ് ചെയ്യിപ്പിക്കാറുണ്ട്. പക്ഷേ എങ്കിൽ അവരെ കൂടുതലായിട്ട് ഇത് ചെയ്യാറ് മനസ്സിലാക്കാറുണ്ടായിരുന്നില്ല. ക്ലാസ് എടുക്കും, ട്യൂഷൻ അല്ലേ, അപ്പൊ അവരുടെ പോർഷൻ തീർക്കാനുള്ള പെടാപ്പാടിലായിരുന്നു. പക്ഷെ ഇപ്പം ഞാൻ മിക്സ് ചെയ്തിട്ട് കൊണ്ടുപോവാറുണ്ട്. അതുപോലെ തന്നെ എനിക്ക് ഒരുപാട് മാറ്റം ഉണ്ടായിട്ടുണ്ട്. താങ്ക് യു. താങ്ക്സ് മിസ്. ഓക്കെ. അപ്പോ നമുക്ക് ഓരോരുത്തർക്കും ടീച്ചിങ് വ്യത്യാസം ഉണ്ടല്ലോ, വേ ഓഫ് ടീച്ചിങ് വ്യത്യാസം ഉണ്ട്. ഓ അതിലെന്താ പറയാ, ഞാനെന്താ പറയാ. ഓക്കെ, ഇംഗ്ലീഷ് മനസ്സിലായതില് നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുൾ ആയതിലും ക്ലാസ് യൂസ്ഫുൾ ആയതിലും എനിക്ക് സന്തോഷമാണ്. പിന്നെ എന്താണ്, നിങ്ങൾക്ക് ഫസ്റ്റ് ക്ലാസ് ഓർമ്മയുണ്ടോ? ഫസ്റ്റ് ക്ലാസ് ഇംഗ്ലീഷ് അറിയില്ല എന്ന് പറഞ്ഞ നിങ്ങളാണ് അല്ലെ? അപ്പൊ എങ്ങനെയുണ്ട്? ഓക്കെ ആണോ? കുറെയൊക്കെ മനസ്സിലായിട്ടുണ്ട്. എന്തൊക്കെയാണ് എങ്കിലും മനസ്സിലായി അല്ലെ? ഒരു കൊല്ലം ഏകദേശം അല്ലെ? ഇത്രയും ഒരു ജേർണി പെട്ടെന്ന് കംപ്ലീറ്റ് ആയി. പിന്നെന്താ, പിന്നെ എന്തൊക്കെയുണ്ട്? ഇനിയിപ്പോ നമുക്ക് നേരിട്ട് കാണാൻ പറ്റുന്ന കോൺവെക്കേഷൻ ആണ്. നന്നായി എല്ലാവരും കോൺവെക്കേഷൻ പാർട്ടിസിപ്പേറ്റ് ചെയ്യാതെ വരാട്ടോ. ഓക്കെ, പ്രോഗ്രാംസ് ഒക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക, എൻജോയ് ചെയ്യുക ആ ഒരു ദിവസം. ഓക്കെ, എന്നോട് വന്ന് സംസാരിക്കണം കേട്ടോ. എനിക്ക് ആരെയും അറിയാതെ ഞാൻ പറഞ്ഞു, എനിക്ക് നിങ്ങളെ കാണുമ്പോൾ മനസ്സിലാവില്ല, പേര് പറഞ്ഞാൽ ചിലപ്പോ പെട്ടെന്ന് ക്ലിക്ക് ആവണമെന്നില്ല, എന്നാലും നിങ്ങൾ വന്ന് സംസാരിക്കാം. ഓക്കെ, എനിക്ക് കോൺവെക്കേഷന് പോലും വരാൻ പറ്റുമെന്ന് അറിയില്ല മാം. ഞാൻ ആദ്യം ഡിസംബറിൽ നാട്ടിൽ വരാമെന്നായിരുന്നു. പക്ഷെ ഇപ്പൊ ഇനി ഡിസംബറിൽ വരുത്തും നടക്കില്ല. അടുത്ത ഏപ്രിലോ മാർച്ച് അങ്ങനെയാറ്റം വരുത്തും നടക്കുള്ളൂ. അതുകൊണ്ട് കോൺവെക്കേഷന് പോലും വരാൻ പറ്റില്ല. ആ ഒരു വിഷമത്തില സത്യം പറഞ്ഞാൽ ഞാനുള്ള. ഒരുപാട് പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു ഡിസംബറിൽ, അതുകൊണ്ട് വരണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ എങ്കിൽ ഇപ്പൊ ഒന്നും നടക്കില്ല. അതുകൊണ്ട് ആ ഒരു സങ്കടം കൂടി എല്ലാം ഉണ്ട് എനിക്ക്. സങ്കടമാണ്, ഞങ്ങൾക്ക് സങ്കടമാണ്, കാണാൻ പറ്റില്ലല്ലോ. ഇംഗ്ലീഷ് ഗ്രാമർ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു മാഡം. പിന്നെന്താ, എന്തെങ്കിലും പറയാനുണ്ടോ? പറയൂ. അതേപോലെ സമയം കിട്ടില്ല. ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടോ? ഡൗട്ട്സ് ഒന്നുമില്ലല്ലോ, ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? അപ്പോ ഇനി എന്താണ്, ക്ലാസ്സിനെ കുറിച്ചൊക്കെ പറയൂ, ഫീഡ്ബാക്ക് പറയൂ. എങ്ങനെയായിരുന്നു ഇംഗ്ലീഷ്, അതിനൊരു ജേർണി എങ്ങനെയായിരുന്നു, ഇനി എന്തായിരുന്നു? സംസാരിക്കൂ. വേറെ സബ്ജക്റ്റുകൾ പഠിക്കാൻ ഓർമ്മയില്ല, പക്ഷെ ഇതെല്ലാം ഓർക്കുന്നുണ്ട് കുറെയൊക്കെ. ഇംഗ്ലീഷ് മാത്രമല്ല മാം, ഓരോ സബ്ജക്റ്റും പഠിക്കുമ്പോഴാണ് അറിയുന്നത്. പഠിക്കും തോറും നമ്മൾ ഒന്നും പഠിച്ചിട്ടില്ല, ഇനിയും ഒരുപാട് പഠിക്കാൻ ഇതിനകത്ത് ഉണ്ടെന്നുള്ളത് പഠിച്ചു വരുമ്പോഴും പഠിപ്പിക്കുന്നവര് കേൾക്കുമ്പോഴുമാണ് നമുക്ക് മനസ്സിലാകുന്നത്. അതുവരെ മുമ്പേ ആരോ പറഞ്ഞതുപോലെ നമ്മൾ എന്തൊക്കെയോ ആയെന്ന് നമ്മൾ തന്നെ അങ്ങ് ചിന്തിക്കുന്നു, അത്രേ ഉള്ളൂ. നമ്മൾ കറക്റ്റായിട്ട് ഓരോന്ന് പഠിപ്പിക്കുന്നത് കേൾക്കുമ്പോഴും പഠിച്ചു വരുമ്പോഴും അറിയുന്നേ, യോ ഇനി കിടക്കുവാണോ, ഇതിനകത്ത് ഒത്തിരി കാര്യങ്ങൾ ഉണ്ടായിരുന്നല്ലോ മനസ്സിലാവുന്നത്. നമ്മുടെ ലൈഫിൽ വരുന്ന ഓരോ വ്യക്തിയും നമുക്ക് ഓരോ ലെസൺ ആണ് കേട്ടോ, അത് മനസ്സിലാക്കാം. നമ്മുടെ ലൈഫിൽ ആരൊക്കെയോ വന്ന് പോയിട്ടുണ്ടോ, അവരെല്ലാവരും ഓരോ ലെസൺ ആണ്. നമ്മൾ അതിൽ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. അതുപോലെയാണ് നിങ്ങൾക്ക് സ്മാർട്ട് സ്ത്രീ എന്ന് പറയുന്നത്. സ്മാർട്ട് സ്ത്രീയിൽ ജോയിൻ ചെയ്ത സമയത്ത് നിങ്ങളെ ഇപ്പോ അല്ലെ, ഒരുപാട് മാറ്റങ്ങളും ഒരുപാട് ഇംപ്രൂവ്മെന്റ്സും ഒരുപാട് കാര്യങ്ങളും എല്ലാം പഠിച്ചവരാണ് നിങ്ങൾ അല്ലെ. നമ്മൾ സബ്ജക്ട് വൈസ് നോക്കുന്നില്ല, സബ്ജക്ട് മാത്രമല്ല നമ്മൾ ക്ലാസ്സിൽ പറയുന്നതും സംസാരിക്കുന്നതും അല്ലെ, ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോ ഒരുപാട് മാറ്റമുണ്ട് നിങ്ങൾക്ക് സ്വയം തിരിച്ചറിഞ്ഞു തുടങ്ങി നിങ്ങൾ എല്ലാവരും. അപ്പോ എങ്ങനെയൊക്കെയാണ് ഒരു ടീച്ചർ എങ്ങനെയൊക്കെയാണ് ആവേണ്ടതെന്നും ഒരു ടീച്ചർ എങ്ങനെയാവാൻ പാടില്ല എന്നും എല്ലാം നിങ്ങൾക്ക് മനസ്സിലായി. അപ്പോ നല്ലൊരു ടീച്ചർ ആകാൻ നോക്കാം കേട്ടോ. കുട്ടികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ടീച്ചേഴ്സ് ആകാൻ നോക്കാം. ഓക്കെ, അല്ലാതെ പേടിക്കുന്ന ടീച്ചേഴ്സ് അല്ല. നമുക്ക് അറിയാലോ, മനസ്സിലായാലോ നിങ്ങൾക്ക്. നിങ്ങളിപ്പോ ഏകദേശം ക്ലാസ് വന്നിട്ട് ഒരുപാട് നാളായില്ലേ. അപ്പൊ ടീച്ചേഴ്സ് എങ്ങനെ ആവണം, നിങ്ങൾ ഒരുപാട് ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ട് അല്ലെ, നിങ്ങൾ ഓപ്പൺ ആയിട്ട് തന്നെ പറയുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അറിയാം ഇപ്പോ എങ്ങനെയൊക്കെ ആവാൻ പാടില്ല എന്നൊക്കെ. നിങ്ങൾക്കും മെറിറ്റ്സും അതിന്റെ ഡിമെറിറ്റ്സ് ഒക്കെ അറിയാവുന്നതാണ്. അപ്പൊ അതേപോലെ നല്ലൊരു ടീച്ചർ ആകാൻ നോക്കാം. അല്ല മാം, സ്റ്റാർട്ടിങ്ങില് ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൽ ജയദേവ സാറ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾ ഇപ്പൊ ഉള്ള ആളല്ലായിരിക്കും ഇവിടെ നിന്ന് പോകുമ്പോന്നൊരു ഡയലോഗ് പറഞ്ഞിട്ടുണ്ട്. ശരിക്കും ഞങ്ങൾ അത് ഫീൽ ചെയ്യുന്നുണ്ട്. സത്യം, ആദ്യം വരുമ്പോ ഞങ്ങൾക്ക് ഭയങ്കര പേടിയായിരുന്നു, നെർവസ്നെസ് ഉണ്ടായിരുന്നു, ഓപ്പൺ ടോക്ക്, നമുക്ക് ഒരാളുടെ അടുത്ത് സംസാരിക്കാൻ പോലും ഒരു പേടിയുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോ
എല്ലാം ടീച്ചർമാരാവട്ടെ ജയദേവ് സാറാവട്ടെ എല്ലാവരും ഭയങ്കര ഒരു സംസാരിക്കുമ്പോ ഇങ്ങോട്ട് നല്ല സ്നേഹത്തോടെയും സംസാരിക്കുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് പേടി മാറുന്നുണ്ട്. എല്ലാം എല്ലാ കാര്യങ്ങളും തുറന്നു പറയാനുള്ള ആ ഒരു ധൈര്യം, ഒന്നാമത്തെ എനിക്ക് ധൈര്യമുണ്ട്. ഞാൻ അത് വിചാരിക്കുമ്പോ എനിക്ക് ഭയങ്കര ഇത്. ഇപ്പൊ മാം പറഞ്ഞു ഈ പ്രൊണൗൺസിയേഷൻ ഒക്കെ പറഞ്ഞു, ഇപ്പോ നമ്മുടെ ഈ ഫോണിറ്റിക്സിന്റെ പറഞ്ഞ ഈ എന്താണ് ഇവിടെ ഫോറിനേഴ്സ് വരും. ശരിക്കും ഈ ഒരു ഫോണിറ്റിക്സിന്റെ ആ ഒരു ഇതാണ് അവരുടെ അടുത്ത് സംസാരം കേൾക്കുമ്പോൾ നമുക്ക് അറിയുന്നുണ്ട് ആ ഒരു ഡിഫറൻസ്. ആപ്പിൾ പറയുമ്പോ അത് ആപ്പിൾ എന്ന് പറയണത് ആ ഒരു ഇത് അവരുടെ അടുത്തുനിന്ന് എനിക്കത് മനസ്സിലായി. ഞാൻ ഇന്ന് കേൾക്കുമ്പോൾ അവര് സംസാരിക്കുമ്പോൾ എനിക്കത് ഫീൽ ചെയ്യുന്നുണ്ട്. ഓ ഇതാണ് ശരിക്കും. ഞാൻ ആദ്യമൊക്കെ നമ്മള് സംസാരിക്കാൻ തോന്നുന്നു ഇംഗ്ലീഷ് അല്ല എന്നാണ് ഇപ്പൊ തോന്നുന്നത്. അതെന്താ അവരുടെ ആ ഒരു പ്രൊണൗൺസിയേഷനും നമ്മൾ പറയുന്ന പ്രൊണൗൺസിയേഷനും നിറയെ ഒരുപാട് ഡിഫറൻറ്റ് ഉണ്ട്. അതേപോലെ ഞങ്ങൾ ആദ്യം വന്ന് ഈ ജ്യോതിക്കും ഇപ്പൊ ഉള്ള ജ്യോതിക്കും കുറെ വ്യത്യാസങ്ങളുണ്ട്. അതേപോലെ ആയിരിക്കും ഈ MTITന്റെ ഓരോ കുട്ടികൾക്കുള്ള ആ ഒരു അവന്റെ എല്ലാവരുമായിട്ട് ഞാൻ പറയുന്നുണ്ട്. ഒരുപാട് താങ്ക്സ് ഉണ്ട് എല്ലാ ടീച്ചർമാർക്കും. അശ്വതി മാം ആവട്ടെ, ജിഷ മാം ആവട്ടെ, ആതിര മാം ആവട്ടെ, അപർണ മാം ആവട്ടെ, ജയദേവ് സാറാവട്ടെ. ജയദേവ് സാറ് ഞങ്ങൾ 2 പ്രാവശ്യം അങ്ങനെ എന്തെയോ ലൈവ് ക്ലാസ്സിൽ വന്നിട്ടുള്ളൂ സാറ്. പക്ഷെ എന്നാലും നമുക്ക് ആ ഒരു നമ്മളൊരാളുടെ അടുത്ത് പുതിയ ഒരാളുടെ അടുത്ത് സംസാരിക്കണമെന്ന് ഒരു ഫീലൊന്നും ഉണ്ടാവില്ല. ഒരു മുമ്പേ പരിചയപ്പെട്ട ഒരു ബ്രദറിന്റെ ഫീൽ അങ്ങനെയായിരുന്നു എനിക്ക് തോന്നിയത്. എന്താ നമ്മൾ എന്ത് വേണമെങ്കിലും സാറിന്റെ അടുത്ത് ചോദിക്കാന്നുള്ള ഇതുവരെ സാറിന്റെ അടുത്ത് ഞാൻ ഫോണിലൊന്നും സംസാരിച്ചില്ല. പക്ഷെ ആ സംസാരിച്ചപ്പോൾ തന്നെ സാറിന്റെ ആ ഒരു ഇത് നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഈ MTITൽ വന്ന് ചേർന്നതിന് ഞാൻ ഒരുപാട് പ്രൗഡായിട്ട് ഞാൻ ഫീൽ ചെയ്യുന്നുണ്ട്. ഞാൻ ജയിക്കുന്നോ തോൽക്കുന്നോ എനിക്കറിയില്ല. ഇപ്പൊ ഉള്ള മൈൻഡിൽ എനിക്ക് പഠിക്കാൻ പറ്റുമോന്ന് എനിക്കറിയില്ല. ഭയങ്കര ഒരു സ്ട്രെസ്സാണ്. എന്താണെന്ന് അറിയില്ല. എനിക്ക് ഒന്നും മനസ്സിലാവുന്നില്ല, കേറുന്നില്ല തലയ്ക്ക്. അപ്പൊ ഇനി ജയിക്കോ തോൽക്കോന്ന് അറിയില്ല. ജയിച്ചാൽ മാത്രമേ ഞാൻ ഇതിലേക്ക് വരുള്ളൂ, കോൺവെക്കേഷന് വരുള്ളൂ. ഇല്ലെങ്കിൽ ഞാൻ വരില്ല. അതുകൊണ്ട് നോക്കട്ടെ. എനിക്ക് ദൈവം എനിക്ക് അനുഗ്രഹം തന്ന ഞാൻ എന്തായാലും ഒരു ഇതിന് എക്സാം എഴുതി ഞാൻ ജയിക്കുന്ന ഒരു ഉറപ്പുണ്ട്. നോക്കട്ടെ മാം. താങ്ക് യു സോ മച്ച്. നമുക്ക് ജൈവം തോൽവിയൊന്നും ഇല്ല കേട്ടോ. ലൈഫ് അങ്ങനെയല്ലേ, അങ്ങനെ അക്സെപ്റ്റ് ചെയ്യൂ കേട്ടോ. എപ്പോഴും പോസിറ്റീവായിട്ട് ചിന്തിക്കും. തിങ്ക് പോസിറ്റീവ്ലി എപ്പോഴും. ജയിച്ചാലും തോറ്റാലും കോൺവെക്കേഷന് വരും. ആ ഒരു ദിവസം നിങ്ങൾ ഒരിക്കലും മറക്കില്ല. ഓക്കെ, കോൺവെക്കേഷൻ നിസ്സാരമായിട്ട് കാണാൻ പാടില്ല. നമ്മൾ ഇത്രയും നാള് പഠിച്ചതിന് വേണ്ടിയിട്ട്, ആ ഒരു ദിവസത്തിന് വേണ്ടിയിട്ടാണ് അല്ലെ. ഒരു സർട്ടിഫിക്കറ്റ് ആണ് മെയിൻ. ആ സർട്ടിഫിക്കറ്റ് വാങ്ങുമ്പോ ആ ഒരു കോട്ടൊക്കെ ഇട്ട് നമ്മൾ സർട്ടിഫിക്കറ്റ് വാങ്ങുമ്പോൾ കിട്ടുന്ന ഒരു പ്രൗഡ് ഫീൽ ഉണ്ടല്ലോ, ഒരിക്കലും ലൈഫിൽ കിട്ടില്ല കേട്ടോ. അതുകൊണ്ട് മാക്സിമം എല്ലാവരും വരാൻ നോക്കാം. അത് തോക്കുന്നോ ജയിക്കുന്നോ ഒന്നുമില്ല, വരാൻ നോക്കാം. ഓക്കെ, പിന്നെ മാർക്ക് അല്ലെ ജയവും തോൽവി, നിങ്ങൾ പഠിച്ചത് എന്തെല്ലാം കാര്യങ്ങൾ പഠിച്ചു. ഞാൻ ഇപ്പോഴും പറയുന്നുണ്ട്, നമ്മൾ ഇത്രയും നാളെ പഠിച്ച ഒരുപാട് കാര്യങ്ങൾ നിങ്ങളിപ്പോ പറഞ്ഞു ഒരുപാട് അല്ലെ. നിങ്ങൾക്ക് വരുന്ന മാറ്റങ്ങൾ, വന്ന മാറ്റങ്ങളൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ആ ഒരു എക്സാം ടൈം ഞാൻ പറഞ്ഞു 1 hour ആണ്. ആ ടൈമിൽ നമ്മുടെ മൈൻഡ് എന്താണ് അവസ്ഥ എന്ന് പറയാൻ പറ്റില്ല. എല്ലാവരും ഒരുപാട് ഇഷ്യൂസിലൂടെ പോകുന്നവരാണ് അല്ലെ. ആ മൈൻഡ് റിലാക്സ് ചെയ്തിരിക്കുകയാണെങ്കിൽ മാത്രമാണ് നമുക്ക് എക്സാം എഴുതാൻ പറ്റൂ അല്ലെ. ഇനിയിപ്പോ സപ്പോസ് എന്തെങ്കിലും ഇഷ്യൂസിലാണ് നമ്മൾ നിൽക്കുന്നെങ്കിൽ എന്തായാലും നമ്മൾ എക്സാം അറ്റൻഡ് ചെയ്യും. പക്ഷെ എന്താണ്, നമുക്ക് കോൺസെൻട്രേഷൻ അപ്പൊ ശ്രദ്ധിച്ചും എക്സാം എഴുതാൻ പറ്റില്ല. അപ്പൊ ആ സമയത്ത് വരുന്ന മാർക്കാണത് റിസൾട്ട് എന്ന് പറയുന്നത് അല്ലെ. അതാണോ ശരിക്കും നിങ്ങൾ പഠിച്ചത്? നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കി. അതാണ് നിങ്ങൾ പഠിച്ചത്? അല്ല. അല്ലാതെ ദൂരം കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചു. അപ്പൊ ആ 1 hour എക്സാം എഴുതിയ മാർക്ക് അല്ല നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു റിസൾട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അതെപ്പോഴും മനസ്സിലാക്കുക. അത് എത്ര മാർക്ക് കിട്ടിയാലും അത് നമ്മൾ അതിൽ സന്തോഷിക്കാം. ഓക്കെ, എനിക്ക് 100 കിട്ടിയില്ല, ഞാൻ തോറ്റുപോയി, ഞാൻ അങ്ങനെയാണ് ഇങ്ങനെയാണ്, അത് പറയേണ്ട ഒരു ആവശ്യമില്ല. ഓക്കെ, അത് ആ ഒരു സമയത്തെ മാർക്കാണ്. അല്ലാതെ നിങ്ങൾ ഇത്രയും നാള് പഠിച്ച ടൈമിലെ റിസൾട്ട് അല്ല അത്. ഇനിയിപ്പോ ആ ഒരു സമയം കഴിഞ്ഞ് നിങ്ങൾ ഒരു ദിവസം നിങ്ങൾക്ക് എക്സാം നടത്തിയാൽ ചിലപ്പോൾ നിങ്ങൾക്ക് അതിൽ കൂടുതൽ മാർക്ക് കിട്ടും. കാരണം നമ്മുടെ മൈൻഡാണ് എല്ലാം. ഓക്കെ, അതുകൊണ്ട് മാർക്കിലൊന്നും ഒരു കാര്യമില്ല കേട്ടോ. അതിൽ കൂടുതൽ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അതൊന്നല്ല, മാർക്കൊന്നല്ല നമ്മൾ ജീവിതത്തിൽ ഏറ്റവും വലിയ അടിസ്ഥാനം. നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു ടീച്ചറായിട്ട് ജോയിൻ ചെയ്തു എന്ന് വിചാരിക്കും, ആ ടൈമിൽ കിട്ടുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ, അതാണ് ഏറ്റവും വലുത്. അതൊക്കെ മാർക്കൊന്നും അല്ല കേട്ടോ. ഓക്കെ, ഇപ്പൊ ഇന്നത്തെ കാലത്ത് സർട്ടിഫിക്കറ്റിനേക്കാൾ കൂടുതൽ ഇമ്പോർട്ടൻസ് ഉള്ളത് സ്കില്ലാണ് ഏറ്റവും വലുത്. അപ്പൊ ആ സ്കില്ല് നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. അത് നിങ്ങൾ ഓരോരുത്തരും ക്ലാസ് എടുക്കുമ്പോഴാണെങ്കിൽ നമുക്കത് മനസ്സിലാവുന്നുണ്ട് അല്ലെ. ക്ലാസ് ടോപ്പിക് പ്രസന്റേഷൻ ആണെങ്കിലും, ക്ലാസ് നമ്മൾ ഡിവൈഡ് ചെയ്ത് പ്രസന്റ് ചെയ്യാൻ പറയുമ്പോഴാണ് നിങ്ങൾ ക്ലാസ് എടുക്കുകയാണ് അല്ലെ. നിങ്ങളുടെ ഉള്ളിൽ എല്ലാവരും ഒരു ടീച്ചർ ഉണ്ട്.
ഓക്കെ, അതൊക്കെ എന്താണ്? സ്കില്ലാണ്, നിങ്ങളുടെ സ്കില്ലാണത്. അപ്പൊ നല്ല രീതിയിൽ ക്ലാസ് എടുക്കാൻ നോക്കാം. എല്ലാവരും ടീച്ചേഴ്സ് ആണെന്ന് മനസ്സിലാക്കുക. എല്ലാവർക്കും പെട്ടെന്ന് തന്നെ ജോലി കിട്ടും. അങ്ങനെ ടീച്ചിങ്ങിലേക്ക് മാറാം. ഓക്കെ, കോൺവെക്കേഷൻ എല്ലാവരും വരാം, നിർബന്ധമാണ്, എല്ലാവരും വരാം. ഞാൻ വിളിക്കുന്നു കേട്ടോ, ആസ് എൻ ഇംഗ്ലീഷ് ടീച്ചർ അല്ലെങ്കിൽ എന്റെ ഒരു ഫ്രണ്ട് ആയിട്ട് കാണാം, വരാം. പിന്നെ നമ്മളെല്ലാവരും ഫാമിലിയാണ്, അത് മനസ്സിലാക്കാം. അപ്പൊ കോൺവെക്കേഷൻ നിങ്ങളുടെ എക്സാം കഴിയണമല്ലോ, എക്സാം കഴിഞ്ഞിട്ടാണ് കോൺവെക്കേഷൻ വരാം. ഓക്കെ, ഒരു ഇന്റർവ്യൂവിന് സർട്ടിഫിക്കറ്റിന്റെ മാർക്കിനെക്കാട്ടി അപ്പുറം നമ്മുടെ എങ്ങനെയാണ്, എന്തൊക്കെയാണ് നമ്മുടെ കഴിവുകള്, അതൊക്കെയാണ് അവര് നോക്കുക. നമ്മളെ എങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നു, എങ്ങനെ നമ്മൾ അവരോട് സംസാരിക്കുന്നു, നമ്മൾ പേടിക്കാണ്ട് നിൽക്കുന്നു, അതൊക്കെയാണ് അവർ നോക്കുക. നമ്മൾ ഒരിക്കലും നമ്മളെ സർട്ടിഫിക്കറ്റിലെ മാർക്ക് വെച്ചിട്ട് നമ്മൾ അവര് വാല്യൂ ചെയ്യൂല. നമ്മള് SLCക്ക് എത്ര മാർക്ക് ഉണ്ട് അല്ലെങ്കിൽ PGക്ക് എത്ര മാർക്ക്, അതൊന്നും നോക്കൂല. അവര് നമ്മളെ ജസ്റ്റ് ഓക്കെ BEd അല്ലെങ്കിൽ MTTC ക്വാളിഫൈഡ് ആണ്, പിന്നെ അവര് നോക്കുക എന്താണ്, നമ്മുടെ ഇത് മാത്രാണ്. നമുക്ക് എന്തൊക്കെ നമുക്ക് പഠിപ്പിക്കാൻ പറ്റുമോ, നമ്മൾ എങ്ങനെയാണ് നിൽക്കുന്നത് എന്നുള്ളതിനനുസരിച്ചിട്ട് മാത്രമേ നമുക്ക് ജോബ് കിട്ടുള്ളൂ. അതുകൊണ്ട് മാർക്കിന്റെ കാര്യത്തില് ആരും പേടിക്കേണ്ട എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. ഇപ്പൊ നിങ്ങൾ മോണ്ടിസോറി വന്നു, ടോപ്പർ ആയെന്ന് വിചാരിക്കും, ക്ലാസ്സിൽ ടോപ്പർ ആണെന്ന് വിചാരിക്കും. ആൾക്ക് പഠിപ്പിക്കാനുള്ള സ്കില്ലില്ല. അപ്പൊ ഈ ടോപ്പർ ആയതിന്റെ എന്തെങ്കിലും ഗുണമുണ്ടോ? ആലോചിച്ച് നോക്കിയേ നിങ്ങള്. ഒരിക്കലും ഇല്ല. പഠിത്തത്തിലല്ല, മാർക്കിലുള്ള കാര്യം. നമുക്കൊരു സ്കില്ല് വേണം, പഠിപ്പിക്കാൻ ഒരു സ്കില്ല് വേണ്ടേ? എത്ര BEdോ MEdോ എടുത്താലും നമുക്ക് കുട്ടികളെ ഹാൻഡിൽ ചെയ്യാൻ പറ്റണം ക്ലാസ്സിൽ ചെന്നാല്, അല്ലെ? ആ ഒരു കഴിവുണ്ടെങ്കിൽ നമുക്ക് എവിടെയും നമ്മളെ അക്സെപ്റ്റബിൾ ആണ്, അല്ലെ? ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് എപ്പോഴും ഓപ്പൺ ആയിരിക്കും. അത്രയേ ഉള്ളൂ. സ്കില്ലാണ്, പണ്ടത്തെ പോലെയല്ല. പണ്ടെന്ന് വെച്ചാൽ സർട്ടിഫിക്കറ്റിലാണ് ഇമ്പോർട്ടൻസ് എങ്കിൽ ഇപ്പോ സ്കില്ലാണ്. അതുകൊണ്ട് മാർക്കിന്റെ കാര്യത്തിൽ ആരും പേടിക്കുകയും വേണ്ട, ടെൻഷൻ അടിക്കുകയും വേണ്ട. നന്നായി ടെൻഷൻ ഇല്ലാണ്ട് എക്സാം അറ്റൻഡ് ചെയ്യാൻ നോക്കും. ഓക്കെ, അത്രയേ ഉള്ളൂ. ടെൻഷൻ അടിക്കാൻ പാടില്ല കേട്ടോ. കൂൾ ആയിട്ട് അറ്റൻഡ് ചെയ്യൂ. പിന്നെ നമുക്ക് ഓൺലൈൻ എക്സാം ആണ്, റേഞ്ച് ഇമ്പോർട്ടന്റ് ആണ്. സോ റേഞ്ച് ഉള്ളിടത്തൊക്കെ പോയിരുന്ന എക്സാം അറ്റൻഡ് ചെയ്യാം. ഓക്കെ, പിന്നെന്താണ്, എന്തെങ്കിലും പറയാനുണ്ടോ? എല്ലാ എഫർട്ടിനും മെനി താങ്ക്സ്. മൊത്തത്തിൽ താങ്ക്സ് പറയാനുണ്ട്, പക്ഷെ ഇപ്പൊ ലീവ് ആവുന്നില്ലല്ലോ, അന്നേരം പറയാൻ പറ്റത്തില്ല. അതുകൊണ്ടാ പറയത്തെ. എല്ലാവരോടും, ഇൻസ്റ്റിറ്റ്യൂഷനോടും എല്ലാവരോടും താങ്ക്സ് ഉണ്ട്. പക്ഷെങ്കിൽ ഇപ്പൊ മാമിന്റെ MD8 ലാസ്റ്റ് ക്ലാസ് ആയതുകൊണ്ട് MD8 ബാച്ചിന്റെ പേരിൽ എന്റെ വ്യക്തിപരമായ പേരിലും മെനി താങ്ക്സ്. മാം ക്ലാസ് എടുക്കാനില്ലെങ്കിൽ എന്തെങ്കിലും ഒരു ക്ലാസ്സിന് വന്നിട്ട് പോകും മാം. ഒരു ഭയങ്കര മിസ്സിംഗ് ഫീൽ ആവും. പ്ലീസ് മാം. മിസ്സിംഗ് ആണ്, മിസ് അടിക്കും. നോക്കട്ടെ, ഞാൻ പറ്റിയാൽ വരാം. അറിയില്ല എനിക്ക്. നെക്സ്റ്റ് വീക്കോട് കൂടി ഇങ്ങനെ ക്ലാസ് കംപ്ലീറ്റ് ആവും കേട്ടോ. ഓക്കെ, പിന്നെ എക്സാമിന് മുൻപ് ഞാൻ നോക്കാം, മാക്സിമം ഞാൻ നോക്കാം, മാക്സിമം. ഓക്കെ, നിങ്ങളും കൂടെ റിക്വസ്റ്റ് ചെയ്താൽ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. ഓക്കെ, പിന്നെ അപ്പൊ നന്നായിട്ട് പഠിക്കൂ. ഇനി അങ്ങനെ കയറാൻ പറ്റിയില്ലെങ്കിലോ, അതുകൊണ്ട് നന്നായിട്ടൊക്കെ പഠിക്കൂ. ഇംഗ്ലീഷ് ആ രീതിയിൽ തന്നെ അപ്രോച്ച് ചെയ്യുക. ഞാൻ പറഞ്ഞ പോലൊക്കെ തന്നെ പഠിക്കുക. ക്വസ്റ്റ്യൻസ് വരുമ്പോൾ കണ്ട് പേടിക്കേണ്ട, സിമ്പിൾ ആണ്. ആൻസേഴ്സ് സിമ്പിൾ ആയിരിക്കും. നിങ്ങൾ നിങ്ങളുടെ മൈൻഡ് വെച്ചിട്ടാണ് ഇത് അപ്രോച്ച് ചെയ്യുന്നതെങ്കിൽ അത് ചിലപ്പോൾ കുറച്ചുകൂടെ ഡിഫിക്കൽട്ടി ആയിരിക്കും. സിമ്പിൾ ആണെന്ന് വിചാരിച്ചിട്ട് ഞാൻ ആദ്യമല്ല എന്റെ മക്കൾക്ക് ഇംഗ്ലീഷ് പറഞ്ഞു കൊടുക്കുമ്പോ ആദ്യം ഗൂഗിളാ നോക്കുക അതിന്റെ ആൻസർ. ഇപ്പൊ അത് നോക്കാണ്ട് എനിക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നുണ്ട്. നമ്മൾ പഠിച്ചു അല്ലേ? ഓക്കെ, ഇങ്ങനെ കേൾക്കുമ്പോ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. ഞാൻ പഠിപ്പിച്ചിട്ട് ഏറ്റവും രസം, ഇംഗ്ലീഷിനെ പേടിച്ച ഒരാളാണ് ഞാൻ. ഭയങ്കര പേടിയായിരുന്നു ഇംഗ്ലീഷ്. ആ ആള് ക്ലാസ് എടുത്ത് നിങ്ങൾ ഇംഗ്ലീഷ് പഠിച്ചു എന്ന് പറയുമ്പോ എനിക്ക് ഒരു സന്തോഷം ഉണ്ടാവും. ആലോചിച്ച് നോക്കി. അത്ര എനിക്ക് ഇതൊരു പ്രൗഡ് ഫീൽ ആണ്. പിന്നെന്താ, MD8 ബാച്ച് അങ്ങനെ പെട്ടെന്നൊന്നും മറക്കാൻ പറ്റുന്ന ഒരു ബാച്ച് ചെയ്യല്ല കേട്ടോ. ഭയങ്കര നിങ്ങൾ മിസ് ചെയ്യും. കാരണം അത്രയും ഒരു ഭയങ്കര ഒരു എനർജറ്റിക് ആയ ഒരു ബാച്ച് ആയിരുന്നു. ഓക്കെ, അപ്പൊ ഈ ടൈം ഞങ്ങൾ ടീച്ചേഴ്സ് മിസ് ചെയ്യും, നിങ്ങൾ മിസ് ചെയ്യും. ഓക്കെ, അപ്പൊ കോൺവെക്കേഷൻ ആണ് ഇനി കാണുന്നത്. കോൺവെക്കേഷൻ ആണ് നേരിട്ട് കാണുന്നത്. അപ്പൊ സംസാരിക്കുക നമുക്ക്. ഓക്കെ, ആക്റ്റീവ് ആയിട്ടിരിക്കുക, എപ്പോഴും പോസിറ്റീവ് ആയിട്ടിരിക്കുക കേട്ടോ. നെഗറ്റീവ്സ് ഒക്കെ നമ്മുടെ ലൈഫിൽ ഉണ്ടാകും, പക്ഷെ നമുക്ക് ചിന്തിക്കുകയേ വേണ്ട. പോസിറ്റീവ് ആയിട്ട് ചിന്തിക്കൂ. പോസിറ്റീവ് ആയിട്ട് ചിന്തിച്ചാൽ നമുക്ക് ലൈഫിൽ പോസിറ്റീവ് മാത്രമേ നടക്കൂ. അങ്ങനെയാണ്. മാനിഫെസ്റ്റ് ചെയ്യും കേട്ടോ. നമുക്ക് എന്താണ് ലൈഫിൽ വേണ്ടത് അതൊന്ന് മാനിഫെസ്റ്റ് ചെയ്യാം. നമ്മൾ നടന്നു എന്ന് പറഞ്ഞ് ചിന്തിക്കുക. മാനിഫെസ്റ്റേഷൻ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യമാണ് കേട്ടോ. അത് ഏതൊരു കാര്യത്തിലാണെങ്കിലും. ഓക്കെ, അപ്പോ
ഇത്രയൊക്കെയുള്ളൂ പറയാനായിട്ട്. നെക്സ്റ്റ് ക്ലാസ് എപ്പോഴെങ്കിലും ഞാൻ എക്സാമിന് മുമ്പ് വരാൻ പറ്റുകയാണെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് സംസാരിക്കാം. ഓക്കെ, അപ്പൊ അത്രയൊക്കെയുള്ളൂ പറയാനായിട്ട്. കുറച്ച് പേരൊന്നും ക്ലാസ്സിൽ ഇല്ല. എന്റെ അന്വേഷണം പറയാ. ഓക്കെ, നന്നായിട്ട് പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, സോ താങ്ക് യു ഓൾ. See you on the next class. See you. എപ്പോഴെങ്കിലും കാണാം. താങ്ക് യു സോ മച്ച് മാം. Thank you, ma'am. Miss you. Okay, so thank you. Thank you, ma'am. Okay, yeah, ഇംഗ്ലീഷ് ഒരുപാട് മാറ്റം ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ എപ്പോഴെങ്കിലും ഞാൻ വരാണെങ്കിൽ സംസാരിക്കും കേട്ടോ. എല്ലാവരും സംസാരിക്കണേ. ക്യാമറ ഓൺ ചെയ്ത് വേണമെങ്കിൽ സംസാരിക്കാം. ഓക്കെ, yeah, okay, bye. Thank you. താങ്ക് യു മാം.